അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ്, നമസ്കാരം ഫ്രണ്ട്സ്. ഗർമസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡാണ്. വേറെ ഒന്നുമല്ല, ഷവർമയാണ്. ഷവർമ പ്ലേറ്റ്. ഇതിനു മുൻപ് ഞാൻ ഷവർമ മസാല ഉപയോഗിച്ചിട്ടുള്ള പല റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഷവർമ പ്ലേറ്റിന്റെ റെസിപ്പി ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ഡിഷുകളിൽ ഒന്നാണ് ഈ ഷവർമ പ്ലേറ്റ്. ഇവിടെ ഞാൻ ചിക്കൻ ഷവർമ പ്ലേറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഡിഷാണിത്. നമുക്ക് എങ്ങനെ ചിക്കൻ ഷവർമ പ്ലേറ്റ് കഴിക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് കഴിക്കാനൊക്കെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇതിന് മുകളിൽ നിന്ന് പിക്കിൾസ് മാറ്റി വെക്കുകയാണ്. ഇഷ്ടമുള്ള പിക്കിൾസ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ബീട്രൂട്ടും ക്യാരറ്റ് പിക്കിളും ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി പിക്കിളാണ്. ഷവർമ പ്ലേറ്റ് കഴിക്കുമ്പോൾ ആദ്യം മുകളിലത്തെ ഷവർമ എടുക്കണം. ഇതുപോലെ എടുക്കാം. ഇതിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ പീസുകൾ മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇനി ഈ ഷവർമ മസാലയിൽ നിന്ന് കുറച്ചെടുക്കണം. ഇതുപോലെ എടുക്കാം. ഇനി ഇവിടെ കണ്ടില്ലേ മയണൈസ്. ഈ മയണൈസിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇനി ഇത് കഴിക്കാം. അടിപൊളി, നല്ല മയണൈസ് ആട്ടോ. മയണൈസിനൊക്കെ നല്ല ടേസ്റ്റാണ്. മയണൈസിൻ്റെ ടേസ്റ്റ് ആണല്ലോ നമ്മുടെ ഈ ഷവർമ പ്ലേറ്റിൻ്റെ ടേസ്റ്റ് വരുന്നത്. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം. ഇതുപോലെ ചെറിയൊരു പീസ് മുറിച്ചെടുക്കാം. പിന്നെ കുറച്ച് മസാല എടുക്കുക. ഇനി കുറച്ച് മയണൈസിൽ ഡിപ്പ് ചെയ്യാം. ഇനി നമുക്ക് കഴിക്കാം. ഇങ്ങനെ കേട്ടോ ഷവർമ പ്ലേറ്റ് കഴിക്കേണ്ട. പലരും ഇങ്ങനെയൊന്നുമല്ല കഴിക്കുക, പക്ഷെ ഓരോന്നിനും ഓരോ മെത്തേഡൊക്കെ ഉണ്ടല്ലോ. ഇനി ഇത് കഴിക്കുമ്പോൾ ഒന്നുകിലും മസാല ഒരു സൈഡിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ മുഴുവൻ ഭാഗത്തു നിന്ന് മസാല കുറേശ്ശായിട്ട് എടുക്കുക. കിടിലാണ് കേട്ടോ. ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഈ കുബൂസ്, ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെ കേട്ടോ. ഈ ഷവർമ പ്ലേറ്റ് ധൈര്യമായിട്ട് കഴിക്കാം. കാരണം ഇതിലെ എല്ലാ ഐറ്റംസും വീട്ടിലുണ്ടാക്കിയതാണ്. ഒരെണ്ണം പോലും ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതല്ല. റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഒരു ഐറ്റം പോലും ഇതിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചില്ല. കുബൂസ് ആയാലും മൈനസ് ആയാലും എല്ലാം വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഷവർമ പ്ലേറ്റിൻ്റെ ഫസ്റ്റ് കുബൂസ് കഴിഞ്ഞിട്ടോ. ഇനി ഇതിൽ കുറച്ച് മസാല ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുബൂസിയുടെ ബാക്കിയുണ്ട്. ഇനി ഈ കുബൂസ് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ റോൾ ചെയ്യണം. നമ്മൾ സാധാരണ റോൾ ഷവർമ ഉണ്ടല്ലോ, ഇതുപോലെ റോൾ ചെയ്യാം. ഇനിയാണ് കഴിക്കട്ടെ. ഇനി വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് മയണൈസൊക്കെ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കുറച്ച് മയണൈസൊക്കെ എടുത്തിട്ട് ഇവിടെ സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ മയണൈസിലൊന്ന് ഡിപ്പ് ചെയ്യാം. അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇനി നമുക്ക് റോളൂടെ കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെയാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ പറഞ്ഞത്. സാധാരണ മൈദ ഉപയോഗിച്ചിട്ടാണ് കുബൂസ് ഉണ്ടാക്കാറ്. എന്നാൽ ഈ കുബൂസ് ഉണ്ടാക്കിയത് മൈദയും ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ചേർത്തിട്ടുണ്ടാക്കിയാണ്. നല്ല അടിപൊളിയാണ് നമ്മുടെ ഈ ഷവർമ പ്ലേറ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഷവർമ പ്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു സ്വീറ്റ് പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മയണൈസിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ ആണ് എടുക്കാറ്. ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ വേവിച്ചെടുക്കുകയാണ്. പ്രഷർ കുക്കറിൽ 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമുക്ക് കുബൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഈസ്റ്റാണിത്. നമുക്ക് ഈസ്റ്റിനെ ആദ്യം പ്രൂഫ് ചെയ്തെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ഫ്ലോറിലോട്ട് ഉപയോഗിക്കാം. ഇനി ഈസ്റ്റ് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് ചെറു ചൂടുള്ള വെള്ളം ഒഴിക്കാം. നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കരുത്, ഈസ്റ്റ് ഡെഡായി പോവും. പിന്നെ ഈസ്റ്റ് പൊങ്ങി വരില്ല. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഈസ്റ്റ് പൊങ്ങി വരട്ടെ. അതിനുശേഷം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 350 ഗ്രാം ചിക്കൻ ഉണ്ട്. വിത്ത് ബോണാണ് ഈ ചിക്കന്. വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുക്കാം, പക്ഷേ ഞാൻ ഗ്രിൽ ചെയ്തതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ചിക്കനെ ഞാൻ ബോണോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. ക്രഷ് ചെയ്തതാണിത്. അടുത്തതായിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് ചേർക്കാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം തന്നെ വിനാഗിരി ഒഴിക്കാം. ഇനി കുറച്ച് സോയ സോസ് കൂടെ ഒഴിക്കാം. നമുക്കിതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കനെ കുറഞ്ഞത് ഒരു അരമണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്തോട്ട് പിടിക്കും. ഇവിടെ ചിക്കന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കനെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് കുബൂസ് റെഡിയാക്കി എടുക്കാം. കുബൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്.
ഓൾ പർപ്പസ് ഫ്ലോറോ സെൽഫ് റൈസിങ് ഫ്ലോറോ ഉപയോഗിക്കാം. അടുത്തതായിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1/2 കപ്പിന് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് 3 ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കുബൂസ് ഉണ്ടാക്കുന്നത്. ഇതിന് മുൻപ് ഞാൻ മൈദ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതും ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചിട്ടുള്ള കുബൂസിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഞാൻ ഇതിലോട്ട് പാൽപ്പൊടി ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ട്. ഇത് പാൽപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് പാൽ ചേർത്താലും മതി കേട്ടോ. പാൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. പക്ഷേ നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് പൊങ്ങാൻ വേണ്ടി വെച്ചത്. അപ്പോൾ അധികം ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ പൊങ്ങാൻ വേണ്ടി വെച്ച ഈസ്റ്റ് ആട്ടോ. ഈസ്റ്റ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാവിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പകുതി ഒഴിക്കുന്നുള്ളൂ, ബാക്കി പിന്നെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ചിലപ്പോൾ വെള്ളം അധികമായാലോ അപ്പോൾ ലൂസായി പോകും. അതുകൊണ്ട് തന്നെ പകുതി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരും. ബാക്കിയുള്ളത് കൂടെ ഒഴിക്കാം നമുക്ക്. ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയി തന്നെ ഇരിക്കുന്നത്. ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ അല്ലേ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, പകുതി ഭാഗം. അതുകൊണ്ടായിരിക്കാം. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാക്കി എടുക്കണം. ആദ്യം ഇതിനെ നമുക്ക് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ബോളാക്കിയിട്ട് മാറ്റാം. കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി വരുന്നത് വരെ കുഴച്ചെടുക്കണം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ കുഴച്ചെടുക്കണം കേട്ടോ. എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അതിനനുസരിച്ചിട്ട് സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ മാവ്. അതുപോലെ അതിനനുസരിച്ചിട്ട് സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കുബൂസും. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത അതേ ബൗളിൽ തന്നെയാണ് ഞാൻ പൊങ്ങാൻ വേണ്ടി വെക്കുന്നത്. ഇത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണ തടവാം. കുറച്ച് മതി, 1 ടീസ്പൂണൊക്കെ മതി. എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഡബിൾ സൈസായി വരുന്ന അതുവരെ വെക്കണം കേട്ടോ. നമുക്ക് നല്ല നനഞ്ഞൊരു തുണി കൊണ്ട് ഞാനിത് കവർ ചെയ്ത് വെക്കുകയാണ്. ക്ലൈമറ്റ് നല്ല തണുപ്പാണെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കും ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. എന്നാൽ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. നമ്മുടെ ഗ്രിൽ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചൂടായ പാനിലോട്ട് നമുക്ക് ചിക്കൻ മാറ്റാം. ചിക്കൻ ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാട്ടോ ഇത്. ഗ്രില്ലായി വെച്ച് ഏകദേശം 10-15 മിനിറ്റിലേറെ സമയം എടുക്കും കേട്ടോ ഇത് ഗ്രില്ലായി വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിക്കൻ ഗ്രില്ലായി വരട്ടെ. നമ്മുടെ കുബൂസ് എന്തായെന്ന് നോക്കാം. കുബൂസുള്ള മാവും പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ മൈദ കൊണ്ട് മാത്രം ഒരു കുബൂസ് ഉണ്ടാക്കിയിരുന്നല്ലോ ഇതിന് മുൻപ്. അത്രയ്ക്ക് അങ്ങ് പൊങ്ങി വന്നിട്ടില്ല, കാരണം ഇതിൽ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതിന് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടത്. പ്ലേറ്റ് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുബൂസ് ആയതുകൊണ്ട് ഞാൻ ചെറിയ കുബൂസുകളായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ 11 പീസുകളാക്കിയിട്ടാട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. 11ഓ 12ഓ ഒക്കെ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് മാറ്റാം. നമ്മുടെ ചിക്കനെ നമുക്കൊന്ന് തിരിച്ചിടാം. 2 സൈഡും കുക്കായി വരട്ടെ. അതിനുശേഷം ഞാനിതിനെ ബോണിൽ നിന്ന് മാറ്റിയെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ചിക്കൻ കുക്കായി വരട്ടെ. ഇനി നമുക്ക് കുബൂസ് പരത്തിയെടുക്കുക ചെയ്യണ്ടേ. ഞാൻ ഓരോ കുബൂസായിട്ട് പരത്തിയെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കൂലേ, അതേപോലെ തന്നെ നമുക്ക് ഈ കുബൂസ് പരത്തിയെടുക്കാൻ പറ്റും. ചപ്പാത്തി പോലെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കരുത്. കുറച്ച് കട്ടിയൊക്കെ വേണം. 1/4 ഇഞ്ച് തിക്നെസ്സൊക്കെ വേണം ഈ കുബൂസ്. എന്നാലേ ഉള്ളൂ മുഴുവനായിട്ട് പൊങ്ങി വരിക നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത്. ഇത്ര പരത്തിയെടുത്താൽ മതി. നമ്മുടെ മുഴുവൻ കുബൂസുകൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നനഞ്ഞ തുണി കൊണ്ട് അടച്ച് വെക്കണം. ഇത് ഇരുന്ന് പൊങ്ങി വരണം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഈ കുബൂസ് ചുട്ടെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. ഞാനൊരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർക്കുകയാണ്. 5-6 വെളുത്തുള്ളി ചേർക്കാം. ഇനി നമുക്ക് മുട്ട ചേർക്കാം. മുഴുവൻ മുട്ട ചേർക്കാം, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രം ചേർക്കാം. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാൻ എന്തായാലും മുട്ടയുടെ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ മഞ്ഞ നമുക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ അതിൽ മിക്സ് ചെയ്യാം.
ഇത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. ഈ സ്വീറ്റ് പൊട്ടാറ്റോ കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഞാൻ സാധാരണ പൊട്ടാറ്റോ കൊണ്ടും സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടും മയണൈസ് ഉണ്ടാക്കാറുണ്ട്. സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോ യൂസ് ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് വിനാഗിരി ഒഴിക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 1/4 കപ്പ് ഞാനിവിടെ ചേർക്കണം. പിന്നെ ആവശ്യാനുസരണം ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ മയണൈസൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്തതുകൊണ്ട് കളറിന് ചെറിയൊരു മാറ്റമുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാൻ വേണ്ടത്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. വീണ്ടും നന്നായിട്ട് പതിപ്പിച്ചതിന് ശേഷം വീണ്ടും അരച്ചെടുക്കാം. ഇവിടെ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് ഒഴിക്കാം. നല്ല സോഫ്റ്റും ക്രീമിയൊക്കെ ആയിട്ടുള്ള നല്ല മയണൈസ് തന്നെ ആയിട്ടുണ്ട്. ടേസ്റ്റ് നമ്മുടെ സാധാരണ മയണൈസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഗ്രില്ലിൽ നിന്ന് മാറ്റുകയാണ്. ഇനി ചിക്കൻ മീറ്റിനെ ബോണിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കൂടെ. നമ്മുടെ പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുബൂസ് മാറ്റാം. ഇനി നമുക്ക് കുബൂസ് വേവിച്ചെടുക്കാം. കുബൂസ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് തിരിച്ചിടാം. പൊങ്ങി വരുന്നതിനനുസരിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് മുഴുവനും നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കുബൂസ് മുഴുവനായിട്ടും പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ സൈഡും വേവിച്ചെടുക്കാം. നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കുബൂസിൻ്റെ അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ ഇത്. ഇനി കുക്കായി വരുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ അടുത്ത കുബൂസ് നമുക്ക് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഷവർമയിലോട്ട് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 2-3 ലീവ്സ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. 2-3 ചെറിയ ക്യാരറ്റും പിന്നെ ഒരു കുക്കുംബർ ഇവയാണ് എടുത്തിട്ടുള്ളത്. സാലഡ് കുക്കുംബറാണിത്. ഇതിൻ്റെ കൂടെ തന്നെ 2 പിക്കിൾ എടുത്തിട്ടുണ്ട്. പിക്കിൾഡ് ക്യാരറ്റും പിക്കിൾഡ് ബീട്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ വെജിറ്റബിൾസിനെ എല്ലാം ചോപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് മുഴുവൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ബാക്കിയെല്ലാം ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ ചിക്കനും ചേർക്കുകയാണ്. ഞാൻ ചിക്കനെ ബോണിൽ നിന്ന് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മയണൈസ് ചേർക്കാം. നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ മയണൈസ് തന്നെയാണ്. ഈ മയണൈസ് ഒരു 1/4 കപ്പൊക്കെ ചേർക്കാം. എത്രത്തോളം ചേർക്കുന്നോ അത്രയും നന്നായിരിക്കും. നല്ല ക്രീമി ആയിട്ടുള്ള ഷവർമ കേട്ടോ എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് ഞാൻ അധികം മയണൈസ് ചേർക്കാറുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ മയണൈസിലും ചിക്കനിലും ഒക്കെ ഉപ്പ് ചേർത്താലും ഉപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഷവർമയ്ക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഷവർമ മസാല റെഡി ആയിട്ടുണ്ട്. പിക്കിൾസ് ഉണ്ട്. കുബൂസ് ഹോം മെയ്ഡ് കുബൂസാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കുബൂസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള മയണൈസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ സെറ്റ് ചെയ്തെടുക്കാം. ഒരു ഷവർമ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 കുബൂസാണ് വേണ്ടത്. ഞാനിവിടെ 2 കുബൂസ് എടുക്കുന്നുണ്ട്. ഒരു കുബൂസ് എടുക്കാം നമുക്ക്. ഇനി ഈ കുബൂസിൻ്റെ മുകളിൽ നമുക്ക് മയണൈസ് സ്പ്രെഡ് ചെയ്യാം. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാം. ചില്ലി മയണൈസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചില്ലി മയണൈസും ഉണ്ടാക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ മസാല സ്പ്രെഡ് ചെയ്യാം. എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ചിലർക്ക് നല്ല മസാല വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ചിലർക്ക് കുറച്ച് മസാല മതിയാവും. അപ്പോൾ എത്രത്തോളം മസാല വേണോ ഓരോരുത്തരുടെയും പ്രിഫറൻസിനനുസരിച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. എനിക്ക് കുറച്ചധികം മസാല ഉള്ളത് തന്നെയാട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചുകൂടെ മയണൈസ് സ്പ്രെഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസാണ്. ഓൾറെഡി നമ്മൾ ഇതിൽ മയണൈസ് ഉണ്ട്. ഇനി വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എക്സ്ട്രാ സോസി ആയിട്ടുള്ള കുബൂസാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അടുത്ത കുബൂസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. ഈ കുബൂസിൻ്റെ സൈഡിൽ മയണൈസ് ഒന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ വെച്ചാൽ മതി. ഇനി ഒരു ഫൈനൽ ടച്ച് കൊടുക്കണ്ടേ. ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ പിക്കിൾസാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ ക്യാരറ്റ് പിക്കിളും അതുപോലെ തന്നെ ബീട്രൂട്ട് പിക്കിളും ആട്ടോ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ വിനാഗിരിയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് ഉള്ള പിക്കിളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ.
അപ്പോൾ എത്രത്തോളം പിക്കിൾ വേണോ അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഞാൻ കുറച്ച് പിക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഷവർമ ഇങ്ങനെ സെർവ് ചെയ്താൽ പോരാ കേട്ടോ, ഇതിൻ്റെ കൂടെ കുറച്ച് മയണൈസ് കൂടെ വേണം. അപ്പോൾ നമുക്ക് 2-3 ടേബിൾ സ്പൂൺ മയണൈസ് കൂടി എടുക്കാം. ഇത് മതി. ഒരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഹോം മെയ്ഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. കുബൂസ് തൊട്ടിട്ട് എല്ലാ ഐറ്റംസും ഹോം മെയ്ഡാണ്. അടിപൊളിയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.